നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് പാമ്പാടിമൺ ക്ഷേത്രം, ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ സന്നിധാനത്തിലാണ്. NSSകാരുടെ എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ച് വളരെ ഭംഗിയാക്കി ഈ ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഭഗവാന്റെ തിരുവാഭരണം വരുമ്പം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഈ NSSകാരുടെ ആ ഊർജിതമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് വളരെ നല്ല ഭംഗിയാക്കി ഇട്ടിരിക്കുന്നു. ഇവിടുത്തെ ഭരണസമിതിക്കാരുടെ ആ ഉത്സാഹമാണ് ഈ ക്ഷേത്രം ഇത്രയധികം നല്ലതായിട്ട് മുന്നോട്ട് പോകാൻ കാരണം. പണ്ട് ഈ ക്ഷേത്രം ഇത്രയും നല്ല ഭംഗിയായിട്ട് ഇരുന്നിരുന്നില്ല. പക്ഷേ ഇപ്പം വളരെ ഭംഗിയാക്കി ഭഗവാന്റെ ആ തിരുവാഭരണം വരുമ്പോൾ ചാർത്താനായിട്ടുള്ള ആ രീതിയിലെല്ലാം ശരിയാക്കി ഇട്ടിരിക്കുകയാണ്. നിങ്ങളുമായിട്ട് ഈ ക്ഷേത്രം ഒന്ന് പങ്കുവയ്ക്കാൻ ഭഗവാൻ എനിക്കൊരു അവസരം തന്നു. അതൊരു നിങ്ങളുടെയും എൻ്റെയും മഹാഭാഗ്യം. കാരണം ശബരിമലയൊന്നും എല്ലാവർക്കും പോയിട്ടൊന്ന് തൊഴാനൊന്നും പറ്റുകയില്ല. പോകാൻ പറ്റാത്തവർക്ക് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതാൽ ആ ഒരു മഹാഭാഗ്യം അനുഭവിക്കാൻ പറ്റും. ഈ മഹാക്ഷേത്രത്തിൻ്റെ ഉന്നതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആ ഭരണസമിതിക്കാരുടെ പ്രവർത്തനമാണ്. ഭഗവാൻ വന്ന് ഇവിടെ ഇരുന്ന സ്ഥലമായതുകൊണ്ട് ഇതിനും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു. തിരുവാഭരണം വരുന്ന വഴി സന്ദർഭവും തിരിച്ച് ഇവിടെ വന്ന് ഇവിടെ കുറേ നേരം ഇവിടെ വന്ന് തുറന്ന് തിരുവാഭരണ ദർശനം നൽകുന്ന ഒരു 2 മണിക്കൂറോളം ഇവിടെ വന്ന് തുറന്ന് ദർശനം, ഭഗവാന്റെ തിരുവാഭരണ ദർശനം എല്ലാവർക്കും സാധ്യമാവുന്നതാണ്. ഇവിടെ അന്ന് ഭയങ്കര വൻ തിരക്കാണ്. ഇവിടെ ഭഗവാന്റെ ഒരു വൈഭവമാണ് ഇതെല്ലാം. കാരണം ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള കരയോഗ കെട്ടിടങ്ങളും അതെല്ലാം വേണ്ട രീതിയിൽ തന്നെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇവിടുത്തെ ഈ ചുറ്റുപാടുമുള്ള വൃക്ഷങ്ങളും ആ കെട്ടിടങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുമായിട്ട് ഇതൊന്ന് ഇവിടുത്തെ ക്ഷേത്രത്തെ ഒന്ന് പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഭഗവാന്റെ ഒരു നിയോഗമെന്ന് മാത്രം കരുതുന്നു. എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ക്ഷേത്രത്തെ ആ ഒരു ദർശന സൗഭാഗ്യം ഉണ്ടാവട്ടെ. ഭഗവാന്റെ തിരുവാഭരണം വരുമ്പോൾ 2 മണിക്കൂറാണ് ഇവിടെ തുറന്ന ആ തിരുവാഭരണ ദർശനം എല്ലാവർക്കും നൽകുന്നത്. അതിൻ്റെ ഒരു ഭാഗ്യം, തീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർവചിക്കാനാവില്ല. മറ്റൊരു വീഡിയോയുമായി ഇനി അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം.